ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. നമ്മൾ കേരളത്തിലെ നദികളെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോകൾ ചെയ്തത്. അതിന്റെ തുടർച്ചയായിട്ട് ചാലക്കുടി പുഴ, നെയ്യാറ് എന്നിവയെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. കേരളത്തിലെ 5ാമത്തെ നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ. ഇതിന്റെ നീളം 145.5 കിലോമീറ്റർ ആണ്. 145.5 കിലോമീറ്റർ ആണ് ചാലക്കുടി പുഴയുടെ നീളം. പറമ്പിക്കുളം, കുരിയാർകുട്ടി, ആനക്കയം, കാരപ്പാറ, ഷോളയാർ എന്നീ നദികൾ ചേർന്നാണ് അല്ലെങ്കിൽ പുഴകൾ ചേർന്നാണ് ചാലക്കുടി പുഴ രൂപം കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ്? പറമ്പിക്കുളം, കുരിയാർകുട്ടി, ഷോളയാർ, ആനക്കയം, കാരപ്പാറ എന്നീ പുഴകൾ ചേർന്നാണ് ചാലക്കുടി പുഴ രൂപം കൊണ്ടിരിക്കുന്നത്. ഈ ചാലക്കുടി പുഴ ഒഴുകുന്നത് പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലൂടെ ആണ്. ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ചാലക്കുടി പുഴ ഒഴുകുന്നത്? പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലൂടെയാണ് ചാലക്കുടി പുഴ ഒഴുകുന്നത്. ഈ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. ജൈവ വൈവിധ്യം, വിവിധ തരത്തിലുള്ള ജീവജാലങ്ങൾ തങ്ങി നിൽക്കുന്ന നദിയാണ് ചാലക്കുടി പുഴ. അപ്പൊ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് ഉള്ള നദിയും ചാലക്കുടി പുഴയാണ്. മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ. കേരളത്തിലെ മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതലുള്ളത് ചാലക്കുടി പുഴയിൽ ആണ്. അടുത്തത്, ചാലക്കുടി പുഴയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് എന്നിവ. ആതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് എന്നിവയാണ് ചാലക്കുടി പുഴയിലെ വെള്ളച്ചാട്ടങ്ങളെന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ആണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. ഇനി ഷോളയാർ ജലവൈദ്യുത പദ്ധതി, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥാപിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയിൽ ആണ്. ഏതൊക്കെയാണ്? ഷോളയാർ ജലവൈദ്യുത പദ്ധതി, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എന്നിവ സ്ഥാപിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയിൽ ആണ്. തുമ്പൂർ മൊഴി ഡാം ജലസേചനത്തിന് വേണ്ടി ചാലക്കുടി പുഴയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ആണ്. തുമ്പൂർ മൊഴി ഡാം നിർമ്മിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജലസേചനത്തിന് വേണ്ടിയാണ് ചാലക്കുടി പുഴയിൽ ഡാം സ്ഥാപിച്ചിരിക്കുന്നത്. തുമ്പൂർ മൊഴി ഡാം സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്തത്, ഇനി ചാലക്കുടി പുഴ പതിക്കുന്നത് എവിടെയാണ് എന്ന് മനസ്സിലാക്കണം. ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാറിലാണ്. പെരിയാറിൽ ഇത് പതിച്ചതിന് ശേഷം പെരിയാർ ഇതും കൂടെ ഒരുമിച്ചൊഴുകി കൊടുങ്ങല്ലൂർ കായലിൽ ചേരുന്നു. കൊടുങ്ങല്ലൂർ കായൽ അറബിക്കടലിൽ പതിക്കുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ പതനം. ആദ്യം പതിക്കുന്നത് എവിടെയാണ്? പെരിയാറിലാണ് പതിക്കുന്നത്. ചാലക്കുടി പുഴ ആദ്യം പതിക്കുന്നത് പെരിയാറിൽ ആണ്. ഇനി അടുത്തത്, പറമ്പിക്കുളം, ആളിയാർ അന്തർ സംസ്ഥാന നദീജല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ ആണ്. അപ്പൊ കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് പറമ്പിക്കുളം, ആളിയാർ അന്തർ സംസ്ഥാന നദീജല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഏതിലാണ്? പറമ്പിക്കുളം, ആളിയാർ നദീജല കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് തമിഴ്നാടും കേരളവും ആണ്. അത് ചോദിക്കും, പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. ഇനി കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ എന്ന് പറയുന്നത്. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാറാണ്. നെയ്യാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിക്കും. അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാർ ഉത്ഭവിക്കുന്നത്. നെയ്യാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാർ ഉത്ഭവിക്കുന്നത്. അതിന്റെ നീളം 56 കിലോമീറ്റർ ആണ്. നെയ്യാറിന്റെ നീളം 56 കിലോമീറ്റർ ആണ്. ഇനി നെയ്യാറിന്റെ പോഷക നദികള് കല്ലാറ്, കരവലിയാറ് എന്നിവയാണ്. കല്ലാറ്, കരവലിയാറ് എന്നിവയാണ് നെയ്യാറിന്റെ പോഷക നദികൾ. അപ്പൊ നെയ്യാർ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? അഗസ്ത്യമലയിൽ നിന്നാണ്. 56 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം.
കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ എന്ന് പറയുന്നത്. അതിന്റെ പോഷക നദികൾ കല്ലാറ്, കരവലിയാറ് എന്നിവയാണ്. അടുത്തത്, നെയ്യാറിന്റെ തീരത്താണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെയ്യാറിന്റെ തീരത്ത് ആണ്. അതുപോലെ നെയ്യാറിന്റെ തീരത്താണ് മരക്കുന്നം ദ്വീപ്. മരക്കുന്നം ദ്വീപ് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെയ്യാറിന്റെ തീരത്താണ്. ഇനി നെയ്യാർ പതിക്കുന്നത് അറബിക്കടലിൽ ആണ്. നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. നെയ്യാർ ഡാം ഈ നദിയിലാണ് നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. ഉത്ഭവിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്നാണ്. 56 കിലോമീറ്റർ ആണ് നീളം. ഇതിന്റെ പോഷക നദികൾ കല്ലാറും കരവലിയാറ് എന്നിവയാണ്. അതുപോലെ അരുവിപ്പുറം, അതുപോലെ മരക്കുന്നം ദ്വീപ് തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിന്റെ തീരത്താണ്. നെയ്യാർ പതിക്കുന്നത് അറബിക്കടലിൽ ആണ്. ഇത്രയാണ് ചാലക്കുടി പുഴ, നെയ്യാർ എന്നിവയെ കുറിച്ച് പറയുന്നത്. വരുന്ന പരീക്ഷകൾക്ക്, ലാസ്റ്റ് ഗ്രേഡ് LDC പരീക്ഷകൾക്ക്, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.